മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണിക്ക് അനുമതി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ഡാം അറ്റകുറ്റപ്പണി നടത്താൻ തമിഴ്നാടിന് കേരളം അനുമതി നൽകി. നിബന്ധനകളോടെയാണ് അറ്റകുറ്റപ്പണിക്കുള്ള അനുമതി. ജലവിഭവ വകുപ്പ് ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ബ്രേക്കിംഗ് നൗ. റോഷിപാൽ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. റോഷിപാൽ, മുല്ലപ്പെരിയാറിലെ അറ്റകുറ്റപ്പണികൾ എന്തൊക്കെ നിബന്ധനകൾക്ക് വിധേയമായി തമിഴ്നാടിന് നടത്താം? സുജയ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാറിലെ അറ്റകുറ്റപ്പണിക്കായി തമിഴ്നാട് സാമഗ്രികളുമായി എത്തിയപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടഞ്ഞിരുന്നു. അത് വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. പിന്നീട് തമിഴ്നാട് ജലവിഭവ വകുപ്പ് മന്ത്രി തന്നെ സംസ്ഥാന മുഖ്യമന്ത്രി, ഇരു മുഖ്യമന്ത്രിമാരും സ്റ്റാലിൻ കേരളത്തിലെത്തുമ്പോൾ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഈ കാര്യം സംസാരിക്കുമെന്നായിരുന്നു തമിഴ്നാട് നിയമസഭയിൽ നൽകിയ വിശദീകരണം. അതിന് പിന്നാലെ സ്റ്റാലിൻ കേരളത്തിലെത്തുന്നു. തൊട്ടു പിന്നാലെ തന്നെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംസ്ഥാന ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി തമിഴ്നാടിന് ഈ മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണി നടത്താനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. താൽക്കാലികമാണ് അനുമതി. ഈ സാമഗ്രികൾ, എന്തൊക്കെ സാമഗ്രികൾ തമിഴ്നാട്ടിൽ നിന്നും അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുവരുന്നു എന്നതടക്കം അത് പകൽ സമയത്ത് 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയത്താണ് കൊണ്ടുവരേണ്ടത്. അവിടെ എന്തൊക്കെയാണ് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുവരുന്നതെന്ന് രേഖപ്പെടുത്തണം. അതിനു പുറമെ മുൻകൂട്ടി അനുമതി വാങ്ങണം. ഈ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർ, എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം. ഇത് താൽക്കാലികമാണ് ഇത്തരമൊരു അനുമതി. അത് സ്ഥിരമായി അറ്റകുറ്റപ്പണി നടത്താനുള്ള അനുമതിയായി കണക്കാക്കാൻ പാടില്ല എന്ന് ഉത്തരവിൽ പ്രത്യേകം പറയുന്നുണ്ട്. തൽക്കാലത്തേക്ക് ജനങ്ങൾക്കുള്ള ഭീതി മാറ്റുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് ഈ അറ്റകുറ്റപ്പണിയിലൂടെ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനം അടിസ്ഥാനപരമായി ആവശ്യപ്പെടുന്നത് തന്നെ ഈ ഡാം അത് പൊളിച്ച് പുതിയ ഡാം പണിയണം എന്ന ആവശ്യമാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്നത്. അതുവരെ അറ്റകുറ്റപ്പണിയുടെ ആവശ്യമില്ല എന്ന ഒരു നിലപാട്. മാത്രമല്ല, വളരെ വിശദമായ ഒരു പരിശോധന, സുരക്ഷാ പരിശോധന ഡാമിൽ നടത്തണം. സുരക്ഷാ പരിശോധന നടത്തുന്നതിന് മുമ്പുള്ള അറ്റകുറ്റപ്പണികൾ അംഗീകരിക്കില്ല എന്ന നിലപാടാണ് നേരത്തെ കേരളം സ്വീകരിച്ചത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അറ്റകുറ്റപ്പണിക്ക് തമിഴ്നാട് സർക്കാർ നീക്കം തുടങ്ങിയത്. തൊട്ടു പിന്നാലെ തന്നെ അവിടെ സാമഗ്രികളുമായി എത്തിയപ്പോൾ വനംവകുപ്പ് തടഞ്ഞു. പെരിയാർ വന്യജീവി സങ്കേതത്തിലൂടെ ഈ തരത്തിൽ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാമഗ്രികൾ കൊണ്ടുപോകാൻ പാടില്ല. അത് മുൻകൂട്ടി അനുമതി വാങ്ങിക്കണം. അതുകൊണ്ട് ഇതിൽ പല കാര്യങ്ങളുമുണ്ട്. അറ്റകുറ്റപ്പണിക്ക് നേരത്തെ എത്തിയപ്പോൾ തമിഴ്നാട് സംഘത്തെ വനംവകുപ്പ് തടഞ്ഞത് വിവാദമായി. തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈമുരുകൻ അവരുടെ തമിഴ്നാട്ടിലെ നിയമസഭയിൽ പറഞ്ഞത് MK സ്റ്റാലിൻ തന്നെ ഇത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചോളും, പിണറായി വിജയനോട് സംസാരിച്ചോളും എന്നാണ്. ഈ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് ഈ അറ്റകുറ്റപ്പണിക്കുള്ള സാമഗ്രികൾ മുല്ലപ്പെരിയാർ ഡാമിലേക്ക് കൊണ്ടുപോകാൻ വരുന്നത് MK സ്റ്റാലിന്റെ വൈക്കം സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ്. ഈ ഉത്തരവിന്റെ ഡേറ്റ് എന്നാണ്? സുജയ, സംശയമില്ല. സംസ്ഥാനത്ത് MK സ്റ്റാലിൻ എത്തുന്നതിന് തൊട്ടു പിന്നാലെയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജലവിഭവ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച കൃത്യം 11-ന് ബുധനാഴ്ചയാണ് ഇങ്ങനെ ഉത്തരവ് ഇറങ്ങുന്നത്. സ്റ്റാലിൻ സംസ്ഥാനത്തെത്തുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഇങ്ങനെ ഉത്തരവ്. കാരണം അന്ന് വാഹനം തടഞ്ഞപ്പോൾ ഈ വാഹനങ്ങൾ, തമിഴ്നാട് സർക്കാരിൻ്റെ ഈ സാമഗ്രികളുമായി എത്തിയ വാഹനങ്ങൾ തിരിച്ചു പോവുകയും സംസ്ഥാന സർക്കാരിനോട് അനുമതി തേടുകയും ചെയ്തിരുന്നു. അണക്കെട്ടിൽ ഈ ഡാമിൽ, മുല്ലപ്പെരിയാർ ഡാമിൽ അറ്റകുറ്റപ്പണി നടത്താൻ സാമഗ്രികളടക്കം കൊണ്ടുവരണം, അതിന് അനുമതി വേണം, ഡാമിൽ അറ്റകുറ്റപ്പണി നടത്താനുള്ള സഹായങ്ങൾ വേണമെന്നടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന് കത്ത് നൽകിയിരുന്നു. ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ അനുമതി നൽകിയതെന്ന് അണക്കെട്ടിൽ, സ്പിൽവേയിൽ അവിടെയൊക്കെ സിമന്റ് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ തമിഴ്നാട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് താൽക്കാലിക അറ്റകുറ്റപ്പണികൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇടുക്കി MI ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഓഫീസർമാരുടെ സാന്നിധ്യത്തിൽ വേണം ഈ അറ്റകുറ്റപ്പണികൾ നടത്താൻ. നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്ന ദിവസവും സമയവും മുൻകൂട്ടി അറിയിക്കണം. വന നിയമങ്ങൾ പാലിച്ച് രാവിലെ 6-നും വൈകിട്ട് 6-നും ഇടയിൽ മാത്രമായിരിക്കും വാഹനങ്ങൾക്ക് അനുമതി നൽകുക. തേക്കടി, വള്ളക്കടവ് ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങളുടെയും കൊണ്ടുപോകുന്ന സാമഗ്രികളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തും. അതായത് ഈ ഡാം സൈറ്റിൽ വനസംരക്ഷണ നിയമം 1980-ലെ വനസംരക്ഷണ നിയമം എല്ലാം അനുസരിച്ചുകൊണ്ട് നിബന്ധനകളോടുകൂടിയാണ് അതെല്ലാം എൻഷുർ ചെയ്യുന്നതിനായുള്ള നിരീക്ഷണവും കേരളത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് ചുരുക്കം, അല്ലേ റോഷിപാൽ? സുജയ, സംശയമില്ല. കാരണം അതുമായി ബന്ധപ്പെട്ട് ഈ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം തന്നെ പുതിയ ഡാം മുല്ലപ്പെരിയാർ നിർമ്മിക്കണം എന്നുള്ളതാണ്. തമിഴ്നാട് വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ തന്നെ നേരത്തെയും കേരളം സ്വീകരിച്ചത് സുപ്രീം കോടതിയിലടക്കം ഡാമിലെ അറ്റകുറ്റപ്പണികൾ അംഗീകരിക്കില്ല. കാരണം സുരക്ഷാ പരിശോധന കൃത്യമായി നടത്തണം, അതിനുശേഷം മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അംഗീകരിക്കുള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ ഒരു നിർണായക സാഹചര്യം
സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണി അനിവാര്യമായിരിക്കുന്നു എന്ന നിലപാട് തമിഴ്നാട് സ്വീകരിക്കുന്നു. അത് ജനങ്ങളുടെ ഭീതി അകറ്റാനുള്ള അറ്റകുറ്റപ്പണി, അതുകൊണ്ട് താൽക്കാലത്തേക്കുള്ള അറ്റകുറ്റപ്പണിയാണ്. അത് ഡാം പുതുക്കി പണിയുന്നത് വരെ അത് ദീർഘകാലത്തേക്കുള്ള അറ്റകുറ്റപ്പണിയല്ല, താൽക്കാലികമായി ഒരു കുറച്ച് ദിവസത്തേക്ക് മാത്രം. ഏതാണ്ട് ഒരു 7ഓളം പ്രവർത്തനങ്ങളാണ് അവിടെ ഈ പറഞ്ഞ സിമെന്റ് പൂശുന്നതും പെയിന്റിംഗ് അടക്കമുള്ള 7ഓളം പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് അറ്റകുറ്റപ്പണിക്ക് അനുവാദമുള്ളൂ. അതും കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ, ഏതെങ്കിലും അങ്ങനെ ഗുരുതരമായ ഗൗരവമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതുൾപ്പെടെ കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കും ഒരുപക്ഷെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യം അവിടെ വേണമെന്ന ഒരു നിലപാട് കേരളം സ്വീകരിക്കുന്നതും. ഏതായാലും ലക്ഷ്യം, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം, ഈ അവിടെ ഭീതിജനകമായ ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ അണക്കെട്ട് പരിസരം അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള പ്രധാന മേഖലകളിലടക്കം ഭീതിജനകമായ സാഹചര്യമുണ്ട്. അത് മാറണമെങ്കിൽ പുതിയ അണക്കെട്ട് വേണം. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ കേരളം ആവശ്യപ്പെടുന്ന ഉന്നതാധികാര സമിതിയുടെ സുരക്ഷാ പരിശോധന, അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷയും ഭൂകമ്പ പ്രതിരോധ സുരക്ഷയും പ്രളയ സുരക്ഷയും ഓപ്പറേഷണൽ സുരക്ഷയും ഒക്കെ ഉറപ്പാക്കണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യങ്ങൾ അതിനി എങ്ങനെയാണ് പരിഗണിക്കപ്പെടുക എന്നതറിയാനും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും അറ്റകുറ്റപ്പണി നടക്കും, അതിന് കേരളത്തിന്റെ മേൽനോട്ടവും ഉണ്ടാകും. താങ്ക് യു ആർ റോഷ്വാൽ ഫോർ ദ അപ്ഡേറ്റ്.